السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين برضا الله. أما بعد. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فاستقيموا إليه واستغفروه وويل للمشركين. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ സൂക്തമായ സൂറത്ത് ഫുസ്സിലത്തിലെ 6-ാമത്തെ ആയത്താണ് നമുക്കിവിടെ വിശദീകരിക്കാനുള്ളത്. സൂറത്ത് ഫുസ്സിലത്ത് സൂറത്തുൻ മക്കിയായ സൂറത്താണ്. അതുകൊണ്ട് തന്നെ മക്കിയായ സൂറത്തുകളുടെ പൊതുവെയുള്ളൊരു പ്രത്യേകതയാണ് എഴുത്തിഖാദിയായ വിശ്വാസപരമായ വിഷയങ്ങളാകും ചർച്ച ചെയ്യുക. 7ഓളം വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സൂറത്ത് ആരംഭിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി, അത് അള്ളാഹുവിൽ നിന്നുള്ള അവതരണവുമായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനുമായി മക്ക നിവാസികളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവരതിനെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല. ഫഅറദ അക്സറുഹും ലാ യസ്മഊൻ, അവരതിനെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ പോലും തയ്യാറായില്ല. അവർ പറഞ്ഞു വഖാലു ഫീ ഖുലൂബിനാ അകിന്നത്തുൻ, ഞങ്ങളെ ഹൃദയം മൂടിക്കെടുക്കാണ്. ഫീ ആദാനിനാ വഖറുൻ വമിൻ ബൈനിനാ വബൈനക ഹിജാബുൻ, ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് ഇടയിൽ, നിന്റെയും ഞങ്ങൾക്കും ഇടയിൽ മറയുണ്ട്. വമിൻ ബൈനിനാ വബൈനക ഹിജാബുൻ എന്നിടത്ത് ഹശിയത്തു സ്വാബി അതിനെ വിശദീകരിക്കുന്നു. നിന്റെ ദീന് അതൊരു സ്ഥാനത്ത്, നിനക്ക് ഞങ്ങളെ ദീന അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളെ ദീൻ അംഗീകരിക്കുന്നതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു മറയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളൊരു ദീന്, ഞങ്ങൾക്കൊരു ദീനുണ്ട്, ഞങ്ങൾക്ക് നിന്റെ ദീൻ സ്വീകരിക്കാൻ കഴിയില്ല, അത് ഞങ്ങൾക്കിടയിൽ ഒരു മറയാണ്. അവർ എതിറായി അവിടെ പറയുകയാണ്. മറ്റൊരു വിശദീകരണത്തിൽ കാണാം, മക്ക മുശ്രിക്കുകളുടെ ഒരു വിശ്വാസമാണ് ഒരു മനുഷ്യനൊരിക്കലും എന്താകാൻ കഴിയില്ല, റസൂലാകാൻ കഴിയില്ല. അപ്പോ ഇനി നിങ്ങളുടെ വാദമനുസരിച്ച് നിങ്ങളൊരു റസൂലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ മനസ്സിലാക്കാനാണ്. കാരണം മനുഷ്യനല്ലാത്ത ഒരാൾ വന്നുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിനെ റദ്ദായിട്ട് ഖുൽ ഇന്നമാ അന ബശറും മിത്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹ തുടങ്ങിയ ആയത്താണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഖുൽ ഇന്നമാ അന ബശറും മിത്ലുക്കും യൂഹാ ഇലയ്യ, ഇവിടെ ഇന്നമയുടെ പ്രയോഗം, ഇന്നമ എന്നത് അവിടെ ഖസ്ർ ചെയ്തുകൊണ്ട്, ഖസ്ർ ഖൽബ് അവര് വാദിച്ചതിനെതിരായിട്ട് അവിടെ ഇന്നമ കൊണ്ടുവന്നത്, ഇത് ഈ ഒരു സാഹചര്യത്തിൽ ഖുർആൻ അവരിലേക്ക് അവതരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാണ് വമിൻ ബൈനിനാ വബൈനക ഹിജാബുൻ എന്നുള്ളത്. അവർ അംഗീകരിച്ചിട്ടൊന്നുമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാണ് എന്നുള്ളത്. ഇരിക്കെ അവരുടെ ഇടയിലുള്ള തങ്ങളൊരു സാധാരണക്കാരനാണ് എന്നുള്ളത് അവരുടെ ഇടയിൽ ഉള്ള ധാരണയാണ്. അപ്പോ പറയാണ് ഇന്നമാന ബശറും മിത്ലുക്കും, ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്, പക്ഷേ സാധാരണ മനുഷ്യനല്ല. യൂഹാ ഇലയ്യ, എനിക്ക് വഹിയുണ്ട്, നിങ്ങളെ പോലെയല്ല, നിങ്ങൾക്ക് വഹിയില്ല, എനിക്ക് വഹിയുണ്ട്. ഇവിടെ വഹാബികൾ ഇതിനെ പലപ്പോഴും തങ്ങളൊരു സാധാരണക്കാരനാണ് എന്നത് ആക്കി തീർക്കാൻ വേണ്ടി തങ്ങൾക്ക് വഹിയുണ്ട്, ബാക്കിയൊക്കെ സാധാ മനുഷ്യന്മാരെ പോലെ സാധാരണക്കാരനാണ്. അങ്ങനെയല്ല, തങ്ങൾക്ക് ഈ വഹി കാരണമായിട്ട് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നി ലഅരിഫു ഹജറൻ ബിമക്കത കാന യുസല്ലിമു അലയ്യ ഖബല അൻ ഉബഅസ, പണ്ട് നിയോഗത്തിന്റെ റസൂലാകുന്നതിന് മുമ്പ് തന്നെ ആ കല്ലിനെ ഞാൻ ഇപ്പോഴും അറിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ വഹിയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ അവിടുത്തെ അറിവ് എന്നുള്ളത് സാധാരണ അറിവല്ല, നമുക്ക് ജിബ്രീൽ വരുന്നത് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ പറയുന്നത് മനസ്സിലാക്കണം, ഇത് ശ്രവിക്കാൻ കഴിയണം. അപ്പൊ തങ്ങളുടെ കേൾവിയോ തങ്ങളുടെ കാഴ്ചയോ ഒന്നും സാധാരണയല്ല, അതൊക്കെ അസാധാരണമായ സംഗതിയാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലായി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ മനുഷ്യന്മാരെ. അപ്പൊ ഈ വഹിയുണ്ട് എന്ന് പറയുമ്പോ തന്നെ അതിൽ നിന്ന് ഒരുപാട് അസാധാരണമായ സംഗതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. ഒരിക്കലും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണക്കാരനാണ് എന്ന് പറയാൻ കഴിയില്ല.
പിന്നെയോ എന്താണ് വഹി? അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഇലാഹുക്കും നിങ്ങളുടെ ഇലാഹ്. മക്കാ മുശ്രിക്കുകളൊക്കെ ബിംബാരാധകരായിരുന്നു. അപ്പൊ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. പിന്നെ അവര് നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളൊരു ദീനുണ്ട്, അത് ഞങ്ങൾക്കൊരു മറയാണ്. നിങ്ങളെ ഇലാഹ് തന്നെ, നിങ്ങളെ ഇലാഹ് ആരാണ്? ഇലാഹും വാഹിദ്. ഒരിക്കലും നിങ്ങളെ ഇലാഹ് എന്താ? സൂറത്തുൽ ആറാഫിൽ ചോദിച്ചില്ല, അലഹും അർജുലും യംശൂന ബിഹ അം ലഹും ഐദിൻ യബ്തുശൂന ബിഹ. അവർ നിങ്ങൾ എന്താണ്, നിങ്ങൾ അവരൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളെ കൈകൾക്കൊക്കെ ചലിക്കാൻ കഴിയും, നിങ്ങളെ കൈകൾക്ക് പിടിക്കാൻ കഴിയും, കാലുകൾക്ക് ചലിക്കാൻ കഴിയും, നടക്കാൻ കഴിയും. ഇത് ഈ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ബിംബങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ അത്ര പോലും പൂർണ്ണതയില്ലാത്ത ഒരു സാധനമാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇലാഹും വാഹിദ്, ഒരുവനായ ഇലാഹാണ്. ഒരുവനായ ഇലാഹാണ്. ഇലാഹും വാഹിദ്. അപ്പൊ ഏകദൈവം. ഈ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഇവിടെ മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ശക്തി എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ പിന്നെ അപ്പോ ഒരുപാട് ബഹുദൈവ, ഒന്നിൽ കൂടുതൽ ദൈവം ഉണ്ടായിക്കൂടെ എന്ന ചോദ്യം അതില്ല. ഇലാഹും വാഹിദ്. കാരണം എന്താ? ഒരുപാട് ദൈവമുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ് എങ്കിൽ അപ്പോ ഒരേ കഴിവുള്ള ഒരുപാട് ദൈവം. അപ്പോ എല്ലാവർക്കും, ഈ രണ്ടാൾക്കും പൂർണ്ണമായി എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാനും കഴിവുണ്ട്. അപ്പോ അതിൽ ഒരു ദൈവം വിചാരിക്കാണ് ഇന്ന് നുസ്രത്തിൽ ആഡ്സലീവ് നടക്കണം, മറ്റൊരു ദൈവം വിചാരിക്കാണ് ഇന്ന് നുസ്രത്തിൽ ആഡ്സലീവ് നടക്കണ്ട. അപ്പോ ഇതിലേതെങ്കിലും ഒന്ന് നടക്കണ്ട, രണ്ടും കൂടി നടക്കാന്നുണ്ടാവില്ല. ഇജ്തിമാഉൻ ഖിദൈനി മുഹാലാണ് എന്നാണ്. അപ്പോ നുസ്രത്തിൽ ആഡ്സലീവ് നടന്നു എന്ന് വെച്ചാൽ മറ്റേ ആള് അശക്തനായി, മറ്റേ ദൈവം അശക്തനായി. കാരണം അയാൾ നടക്കണ്ടെന്ന് വിചാരിച്ചിരിക്കണ്. അപ്പൊ അദ്ദേഹം ദൈവം എല്ല എന്ന് തെളിഞ്ഞു. ഇനി ഇവർ രണ്ടാളും ഒന്നേ വിചാരിക്കുള്ളൂ എന്ന് വെക്കുക. രണ്ടാളും വിചാരിക്കാണ്, അങ്ങനെ പോവുള്ളൂ. അപ്പൊ പിന്നെ അതിൽ ഒരാൾ മറ്റേ ആളെ ആശ്രയിച്ചു പോകുന്നു. അപ്പോഴും രണ്ട് ദൈവം ഉണ്ടാകുന്നില്ല. അപ്പൊ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, ഇലാഹും വാഹിദ് എന്ന് തന്നെ. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ. നിങ്ങൾ ഇനി ഇങ്ങനെ വിശ്വസിച്ച് ഫസ്തഖീമു, നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് വസ്തഗ്ഫിറൂ, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെല്ലണം. ഇപ്പൊ ഇവിടെ ഈ ഒരു പ്രയോഗത്തിൽ, ഇതിന്റെ ഒരു ഘടനയിൽ ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ, മോശമായ കാര്യങ്ങളൊക്കെ വെടിയണം, ഞങ്ങൾ നല്ലത് ചെയ്യണം. അപ്പോ സ്വാഭാവികമായിട്ട് ഇത് ആശയത്തു തഫ്സീറു റാസിയുടെ വിശദീകരണമാണ്. അപ്പോ അവിടെ വസ്തഗ്ഫിറൂ എന്നതല്ലേ ആദ്യം കൊണ്ടുവരേണ്ടത്? എന്തുകൊണ്ടാ ഫസ്തഖീമു എന്ന്? കാരണം മോശമായ കാര്യങ്ങൾ വെടിയലല്ലേ ആദ്യം ഉണ്ടാക്കേണ്ടത്. അപ്പോ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ഇതൊക്കെ ചെയ്ത് ഒക്കെ മുസ്ലിങ്ങളായി വിശ്വസിച്ച് നല്ലതൊക്കെ ചെയ്ത് ഫസ്തഖീമു ഇലൈഹി, എന്നിട്ട് നന്മ ചെയ്യുക, വസ്തഗ്ഫിറൂഹു, എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുക. എന്തിന് ഇസ്തിഗ്ഫാർ ചെയ്യുക? ഈ ചെയ്ത അമലുകളിലൊക്കെ വല്ല പോരായ്മകളും പറ്റിയിട്ടുണ്ടോ എന്ന നിലക്ക്. അങ്ങനെയല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസവും രാവും പകലുമായി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി വൽ ലൈലത്തി 70 മറ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് വൈലുൽ ലിൽ മുശ്രിക്കീൻ. അതിന് അടുത്ത ആയത്തുമായി ബന്ധപ്പെട്ട് അല്ലദീന ലാ യുഅ്തൂന സകാത്ത വൈലുൽ ലിൽ മുശ്രിക്കീൻ. ഇപ്പോൾ നമ്മൾ ഒരു മനുഷ്യന്റെ ജീവിതവുമായി രണ്ട് സൃഷ്ടികളും സൃഷ്ടാവുമായി ബന്ധപ്പെടുത്താൻ കഴിയും. അപ്പോൾ സൃഷ്ടാവുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു, സൃഷ്ടാവുമായി ബന്ധപ്പെടുത്തി അതിൽ ഇനിയൊരുത്തനും വിശ്വസിച്ചില്ല, അത് ചെയ്തില്ല. സൃഷ്ടികളുമായുള്ള കുറച്ച് കടപ്പാടുകളുണ്ട്. സൃഷ്ടികളോട് നല്ല കരുണ വേണം. അല്ലദീന ലാ യുഅ്തൂന സകാത്ത, അവനവന്റെ അവകാശികൾ മനുഷ്യരിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. അതും കൊടുക്കാത്തവർക്ക് വൈലുൻ, അവർക്ക് നരകം. വൈലി എന്നതിന് വ്യത്യസ്തമായ വിശദീകരണങ്ങളുണ്ട്. നരകത്തിലെ ഒരു താഴ്വരയാണെന്നുണ്ട്, അതല്ല കഠിനമായ ഒരു അദാബാണ് എന്നുമുണ്ട്. അങ്ങനെ വിശദീകരണത്തെ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ലോകത്ത് പല പ്രത്യേകതകളുമുള്ള മനുഷ്യന്മാരുണ്ട്. ഒരു പ്രത്യേകത ഉണ്ട് എന്ന് കരുതി പച്ച മനുഷ്യനാകാതിരിക്കൂലല്ലോ. അതുകൊണ്ട് മുത്തുനബിക്ക് വഹി എന്നൊരു പ്രത്യേകതയുണ്ട്. അതോടൊപ്പം മനുഷ്യനുണ്ടാകാൻ പറ്റിയ ചാബല്യങ്ങളൊക്കെ മുത്തുനബിക്കും ഉണ്ടാകാം, മറ്റു മനുഷ്യരിലുള്ള ഉണ്ടാകുന്നത് പോലെ. എന്ന് വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയും ആകാലോ.
ഒരു പ്രത്യേകതയുണ്ട് എന്ന് കരുതി മനുഷ്യനുണ്ടാകുന്ന കുറവുകളും ചാബല്യങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാം. അപ്പം നിങ്ങൾക്ക് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? ഇതേപോലെ മുത്തുനബിക്ക് വഹി നൽകപ്പെട്ടു എന്നൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതകളെ ഞങ്ങൾ ആരും നിഷേധിക്കണില്ല. അതോടൊപ്പം മനുഷ്യൻ 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 എന്ന ഭാഗത്തിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവുകളും ചാബല്യങ്ങളും പോരായ്മകളും എല്ലാം മുത്തുനബിയിലും ഉണ്ടാകാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി എനിക്ക് വഹിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ വഹിയുണ്ട് എന്ന് പറഞ്ഞ ഇത് വഹി കാരണത്താൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് കഴിവുകളും പ്രത്യേകതകളും ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അവിടുത്തെ ഹൃദയം ശുദ്ധിയാക്കുകയും അങ്ങനെ ഒരുപാട് അതൊക്കെ തങ്ങളിലേക്ക് ഈ വഹിയുണ്ട് വഹി നൽകാനുള്ള ഒരു പ്രവാചകനാണ്. നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യനായതോടുകൂടെ എങ്ങനത്തെ ഒരാളാണ്. അപ്പോ അതിലേക്ക് സംശുദ്ധമാക്കാനുള്ള ഓരോ സംഗതികളും ആ ഒരു നുബുവത്തിന്റെ 40 വയസ്സിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വഹി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ മനുഷ്യർ കാണാൻ സാധിക്കാത്ത രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു. ഇതിൽ നിന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാക്കിയുള്ള എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തനാണ് എന്നല്ലേ മനസ്സിലാകുന്നത്. അസ്സലാമു അലൈക്കും.